ഇത് സുബൈർ വാഴക്കാട്. ഫുട്ബോൾ പ്രേമികൾക്ക്, വിശിഷ്യ അർജന്റീനൻ ടീം ആരാധകർക്ക് മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തി. നെറുകയിൽ വലിയ പന്തുള്ള കൊച്ചു വീട് കണ്ടാലറിയാം സുബൈറിന് കാൽപന്തിനോടുള്ള പ്രണയം. ആ വീടിന് പൂശിയ വെള്ളയും നീലയും നിറമാകട്ടെ അർജന്റീനൻ ടീമിനോടുള്ള സുബൈറിന്റെ ആരാധന കൂടിയാണ്. ലോകകപ്പിനെ കുറിച്ചും പങ്കെടുക്കുന്ന ടീമുകളെ കുറിച്ചും കളിക്കാരെ കുറിച്ചും 48കാരനായ സുബൈറിനുള്ള അറിവ് ആഴത്തിലുള്ളതാണ്. ലോകകപ്പിനെ കുറിച്ച് ചോദിച്ചാൽ വാ തോരാതെ ചടുലതയോടെ സംസാരിക്കുന്ന സുബൈർ സാധാരണക്കാരായ കാൽപന്ത് പ്രേമികൾക്കിടയിലെ വിസ്മയമാണ്. ഖത്തർ ലോകകപ്പ് മത്സരം കാണാൻ അവസരമുണ്ടായിരുന്നെങ്കിലും കുടുംബാംഗം അസുഖബാധിതയായതിനാൽ ഖത്തറിലേക്ക് പറക്കാനായില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UAE-യിലും സൗദി അറേബ്യയിലും മലയാളികൾ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റുകളിൽ മുഖ്യാതിഥിയായി സുബൈർ പങ്കെടുത്തിരുന്നു. ഹായ് സുഹൃത്തുക്കളെ, വരിക്കോടന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. സുബൈർ നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖം. ഇങ്ങനെ പോണു. ഒരു ലോകകപ്പ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോ ലോകത്തൊരു യുദ്ധത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ അമേരിക്ക ഇസ്രായേലും ഇറാനുമായിട്ട്. പക്ഷെ അത് അമേരിക്കയിൽ ബാധിക്കൂല എന്നാണ് പ്രതീക്ഷ. പക്ഷെ ഫിഫ ആണല്ലോ തീരുമാനിക്കല് വേൾഡ് കപ്പ് ഒക്കെ. അതുകൊണ്ട് ബാധിക്കൂല. ഇത് ഫൈനലിസ്റ്റിമാറിന്റെ ടൂർണമെന്റ് നഷ്ടപ്പെട്ട് അത് ഖത്തറിലേക്ക് നടക്കേണ്ടി സ്പെയിനും അർജന്റീനും. പക്ഷെ അത് നിർത്തിവെച്ച്. അതുകൊണ്ട് ഇത് നിർത്തി വെക്കൂല എന്ന് പ്രതീക്ഷ. അപ്പൊ അങ്ങനത്തെ ഒരു ലോക യുദ്ധമൊന്നും നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യുദ്ധം സമാധാനിച്ചിട്ട് വേൾഡ് കപ്പ് അമേരിക്ക, മെക്സിക്കോ, കനഡ, കോൺകാഫ് മേഖലയിലാണ് നടക്കുന്ന രാജ്യങ്ങളിലാണ് നടക്കുകയാണെന്ന് പ്രതീക്ഷ. പടിവാതിൽ എത്തിയിരിക്കുകയാണ്. ആ ആവേശം ഉൾക്കൊള്ളാൻ നിൽക്കുകയാണ് ലോകത്തിലെ എല്ലാ ഫുട്ബോൾ പിന്നെ സ്പോർട്സിനെ സ്നേഹിക്കുന്നത്. കാരണം ലോകത്തെ ഏറ്റവും വലിയൊരു കായിക വിനോദമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞത്. അതിന് വേൾഡ് കപ്പ് ആവും ചെയ്യുക. അപ്പൊ ആ വേൾഡ് കപ്പ് നടക്കുന്നതാണ് പ്രതീക്ഷ. നടക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. ഈ പ്രാവശ്യത്തെ ലോകകപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത് 3 രാഷ്ട്രങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പിന്നെ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 48 രാജ്യം എന്ന് പറയുമ്പോ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഇപ്പൊ നിർണായക ഘട്ടത്തിൽ ശക്തമായ ടീമുകളൊക്കെ പുറത്തായി പോയാലാണ് 32 രാഷ്ട്രമാകുമ്പോ. അപ്പൊ 48 രാജ്യമാകുമ്പോ ഒരുവിധ ടീമിനൊക്കെ അവസരം കിട്ടും. മാത്രമല്ല ഇതൊക്കെ അവസരം കിട്ടിയ ഇറ്റലി പുറത്തായി. ഇറ്റലിന്റെ ആരാധകരെയും ലോകത്തൊക്കെ ഉണ്ടായി. ഇറ്റലി ശക്തമായ പണ്ട് 94 പിന്നെ റോബർട്ടോ ബാജിയോ, ദിനോ ബാജിയോ ഒക്കെ ഇറ്റലിയിൽ കളിച്ച മൽദീനി ഡിഫൻസിൽ അങ്ങനത്തെ ടീമുകളൊക്കെ അതത് കളിക്കാരുടെ ടീം ഇറ്റലി. അപ്പൊ 18ലും ഒരു നഷ്ടപ്പെട്ട്, 22ലും നഷ്ടപ്പെട്ട്, ഇപ്പൊ 26ലും നഷ്ടപ്പെട്ട്. അപ്പൊ 3 ലോകകപ്പ് അടുപ്പിച്ച് പിന്നെ ഇറ്റലി ലോകകപ്പ്. കാരണം 48 രാഷ്ട്രീയമായിട്ട് ഒരു പ്ലേ ഓഫിലേക്ക് പോണ്ടി വന്നു. 40 ആ പ്ലേ ഓഫിന് വേണ്ടി ഒരു ബോസ്നിയനോട് ഒരു ബോസ്നിയനോട് പരാജയപ്പെട്ട് ഫൈനലിൽ പുറത്തായി. ബോസ്നിയ യൂറോപ്പ് അറിയപ്പെട്ട ടീമൊന്നുമില്ല, എന്നാലും ഒരു പുറത്തായി. അതുകൊണ്ട് ഒരു ക്ഷീണം തന്നെയാണ് ഇറ്റലി. ഇല്ലാത്തൊരു ലോകകപ്പ്, 3ാമത്തെ ലോകകപ്പ് നടക്കാൻ പോവാണ്. അതിലിപ്പോ ഇറാന് ലോകകപ്പിൽ പിന്നെ ഈ അമേരിക്കന്റെ പ്രശ്നത്തോട് ഇറാന് പിന്മാറുക എന്നാ പറയുന്നത്. ഇറാന് പിന്മാറുകയാണ്, അമേരിക്കന്ന് കളിക്കാൻ കഴിയില്ല പറഞ്ഞത്. അങ്ങനെ ഇറാന് പിന്മാറി കഴിഞ്ഞാൽ പിന്നെ ഫിഫ അനുമതി കൊടുത്തില്ല. ഫിഫ നേരിട്ട് പിന്നെ യോഗ്യത നേടിയ ടീമാണ് ഇറാന്. അപ്പൊ അതുകൊണ്ട് ഫിഫ പുറത്താക്കൂല. പക്ഷെ ഓലി കളിക്കാൻ തയ്യാറല്ല എന്നാ പറഞ്ഞ ഇറാന്. അങ്ങനെ അമേരിക്ക വന്നു. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുമ്പോ ഇപ്പൊ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഇറ്റലിക്ക് അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മികച്ച തോൽക്കാതെ ക്വാളിഫൈയിൽ റൗണ്ടിലേക്ക് പ്ലേ ഓഫിലേക്ക് പോയ ടീമാണ് ഇറ്റലി. എല്ലാം പരാജയപ്പെട്ടു. പക്ഷെ അങ്ങനെ കയറാൻ സാധ്യത, കയറിയിട്ട് വലിയ പ്രസക്തി ഒന്നുമില്ല. അങ്ങനെ കയറാൻ സാധ്യത കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഇറാൻ പിന്മാറുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യം, അങ്ങനെ ഒരു ആവേശം, ഒരു പ്രശ്നം നടക്കുന്നത്. ഇറ്റലി ഇല്ലാത്ത ക്ഷീണമായി പോയി എന്ന് മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏഷ്യൻ രാജ്യത്തേനും, അതും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഖത്തറിലായിരുന്നു. ആ ആവേശ പ്രാവശ്യം ഉണ്ടാവുമോ? അത്ര ആവേശം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മലയാളികൾ ഏറ്റവും അധികം കണ്ട ലോകകപ്പ് ഖത്തർ ലോകകപ്പ്. തീർച്ചയായിട്ടും ഖത്തറിൽ പറഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടി. ഖത്തർ ലോകകപ്പ് ഫൈനൽ കാണാം. അപ്പൊ എന്റെ വീട്ടിൽ സുഖമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പോകുന്നത്. അതിന്റെ ശേഷമാണ് ഈ അഫീക്കാരന ആള് എനിക്ക് വീടുണ്ടാക്കിയത്. എനിക്കൊരു ആദ്യമായിട്ട് അവസരം വന്ന് ഖത്തർ ലോകകപ്പ് കാണാനാണ്. പോയില്ല. അപ്പൊ ഏഷ്യന്ന് കളി നടന്നതാണ് ഖത്തറിൽ. അപ്പൊ ഏഷ്യനിലെ ഇന്ത്യക്കാരും അതുപോലെ മലയാളികളും പിന്നെ ഒക്കെ ആവേശം കൊള്ളുന്ന ഒരു ലോകകപ്പ് എനിക്ക് ഖത്തർ ലോകകപ്പ്. ഇതിപ്പോ അമേരിക്കയിൽ നിന്നാണ്. എന്നാലും അമേരിക്കൻ ആയാലും ലോകകപ്പിന് ഇപ്പോ ഏത് സ്ഥലത്തായാലും ഓരോ ടീമിന്റെ ആരാധകർ ഉണ്ടാവുമല്ലോ.
ഇപ്പൊ എത്ര അകലെ കളിച്ചാലും അർജന്റീന ബ്രസീലിനൊക്കെ ആരാധനോ. അതുകൊണ്ട് ലോകകപ്പാണ് സമയത്ത് ഒരാവേശം കുറയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏഷ്യയിലാകുമ്പോൾ ഒരു ആവേശം കൂടുതലായി, എന്നാലും അമേരിക്ക മെക്സിക്കോ വല്ലടായാലും ആവേശം കുറയില്ല. അതുകൊണ്ട് ഈ കളി കാണുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ വേൾഡ് കപ്പ് കാണുകയാണെങ്കിൽ 11:30-12 മണിക്കൊരു ആവേശമാണ് രാത്രി. ഇതിപ്പോ പുലർച്ചെ വരാൻ പോണേ. പുലർച്ചെ മുതൽ 4 മണി, 4:30, 5, 5:30 ഇന്ത്യൻ ടൈമോ രാവിലെ 6 മണിക്ക്. ആ ഡിഫറൻസ് ഉണ്ടോ, ടൈമിന്റെ ഡിഫറൻസ്. അവിടെ വൈകുന്നേരം കളി എടുക്കണേ അമ്മ ഇങ്ങനെ വരും. ആ ഇരുട്ടത്ത് കാണുന്ന 11:30-12:30 കളി കാണാൻ ആവേശം ഇത് ഉണ്ടാവില്ല. പക്ഷെ ഇല്ലെങ്കിൽ കൂടിയിട്ട് വേൾഡ് കപ്പിന്റെ ഒരു ആവേശം കുറയില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണ് കരുതുന്നത് അല്ലേ? പ്രാവശ്യേ താങ്കളുടെ ടീമിന്റെ മുന്നേറ്റം എത്രത്തോളം ഉണ്ടാവും? എന്റെ ടീം ആവേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ടിൽ വേൾഡ് കപ്പ് നിലവിലെ ചാമ്പ്യനാണ്. അത് മാത്രമല്ല ക്വാളിഫൈ റൗണ്ടിൽ ലാറ്റിൻ അമേരിക്കയിൽ 1ാം സ്ഥാനക്കാരായിട്ട് യോഗ്യത നേടിയോല. ലാറ്റിൻ അമേരിക്ക ഇപ്പൊ യോഗ്യത 1ാം സ്ഥാനം ലാറ്റിൻ അമേരിക്ക നേടിയ യോഗ്യതയിലും അർജന്റീന മുന്നേ യോഗ്യത നേടി ആദ്യമായിട്ട്. പിന്നെ ഈ അർജന്റീന സ്പെയിൻ ഒരു പോരാട്ടം വരാണ്ടായി ഫൈനലീസ് യൂറോപ്പ് ചാമ്പ്യനും ലാറ്റിൻ അമേരിക്ക. അപ്പൊ ഖത്തറിൽ ആ യുദ്ധത്തിന്റെ പ്രശ്നത്തിലാ ഒഴിവായി ഫൈനലീസ്. അതുകൊണ്ട് അർജന്റീന ശക്തിയാണെന്ന് അളക്കാൻ ഒരു അവസരം ഉണ്ടായി. സ്പെയിൻ ലോകത്തെ ഏറ്റവും വലിയ ടീമാണ്. അപ്പൊ ആ കളി നഷ്ടപ്പെട്ടോണ്ട് ഇനിയിപ്പോ അർജന്റീന ഇനിയിപ്പോ യഥാർത്ഥ കളി കളിക്കാൻ പോയാൽ ഖത്തർ ലോകകപ്പിലായില്ല, അമേരിക്ക ലോകകപ്പിലാണ്. അപ്പൊ അമേരിക്കയുടെ ഗ്രൂപ്പിൽ ഇപ്പൊ അർജന്റീന ഗ്രൂപ്പിൽ ഒന്ന് അൾജീരിയ, ഒന്ന് ഏഷ്യയിൽ നിന്ന് പിന്നെ ജോർദാൻ, ഒന്ന് പിന്നെ യൂറോപ്പിൽ നിന്ന് പിന്നെ ഓസ്ട്രിയ. വലിയ ശക്തരായ ടീമാണ് ഓസ്ട്രിയ. മറ്റേ നമ്മളെ ഇതല്ല ഏഷ്യൻ ടീമും ആഫ്രിക്കൻ ടീമുമാണ് അൾജീരിയയും ജോർദാനല്ല. അത് പ്രശ്നമല്ല. എന്നാലും കൂടി ഓസ്ട്രേലിയയും വരും. പക്ഷെ ആ മത്സരം പൂർണ്ണമായിട്ട് നമ്മൾ അർജന്റീന എത്രയാണ് വേൾഡ് കപ്പ് കളിക്കുന്നത് എന്നുള്ള നമുക്ക് കണ്ടിട്ട് അറിഞ്ഞിട്ട് അവിടെ പറയാൻ പറ്റുള്ളൂ. ഒരു അർജന്റീനൻ ആരാധകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലില് ശരിക്കും ടെൻഷൻ അനുഭവിച്ചില്ലേ? ടെൻഷൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫൈനലും ടൈം ബേക്കറും എക്സ്ട്രാ ടൈമിൽ കളി കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് വിട്ടുനിന്ന് പോയിട്ട് ഞാൻ കളി സ്ഥലത്ത് ടെൻഷൻ ആവുന്നത് എന്ന് പറഞ്ഞാൽ 3-3 ഇരിക്കുന്ന സമയം. അപ്പൊ 4-3 പക്ഷെ അപ്പോഴും മനസ്സ് പറഞ്ഞിരുന്നോ ടൈം ബ്രേക്കറിൽ വന്നാലും ജയിക്കും എന്ന് പറയാൻ കാരണം ടൈം ബ്രേക്കറിൽ കളി പോയ അർജന്റീന കളിക്കാർ പുറത്തടിച്ചാൽ മാത്രമേ തോൽക്കൂ. അർജന്റീന കളിക്കാർ മാത്രം വലന്റെ ഉള്ളിലാക്കിയാൽ എന്താ ജയിക്കും എന്ന് പറയാൻ കാരണം എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ അയാൾ ഏത് ടൈം ബ്രേക്കും തടക്കാനുള്ള കൈവ. പിന്നെ അയാളെ തടുത്തിട്ട് കാര്യമില്ല. ഈ 6-7 ആൾ അടിയെ പുറത്തേക്ക് പോയാൽ അല്ല മാർട്ടിനസ് തടുത്താലും അർജന്റീന 5-6 ആൾക്കാരെ ഔട്ടിലേക്ക് ഉടച്ചാൽ കഴിക്കില്ല. അപ്പൊ അർജന്റീന ഉള്ളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു തടുക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഇപ്രാവശ്യം അർജന്റീന കോച്ച് സ്കലോണി തന്നെയാണ്. മാത്രമല്ല അയാൾ തന്ത്രമായ കോച്ചാണ്. പിന്നെ അർജന്റീന കളിക്കാർ 1-2 മരിയ മാത്രമല്ല പിൻവലിച്ചിട്ടുള്ളൂ. പിന്നെ ഓട്ടോമെന്റിയും പിന്നെ അവണെ റൊമാറോ, അവണെ മെസ്സി, അതേമാതിരി ഡീപോളും അതൊക്കെ ടീമിലുണ്ട്. മരിയ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏഷ്യ ടീമിനോടും ആ മനസ്സിലാക്കണം, നല്ല കിട്ടുള്ളൂ വെച്ച് തോന്നുന്നു. ഈ ലോകകപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. സുബൈർക്ക ചെറുപ്പത്തിൽ പന്ത് കളിച്ചായിരുന്നു. ഞാൻ സ്കൂളൊക്കെ പോകാൻ പറ്റും. ടി ടി എവിടെയാണ് പഠിച്ചിരുന്നത്? വായക്കാട് സ്കൂളിൽ. അപ്പൊ പുറത്തേക്ക് വിടുമ്പോ ടി ടിക്ക് പുറത്തേക്ക് കളിച്ചു. അല്ല കളിച്ചിരുന്ന ഏത് പൊസിഷനിലായിരുന്നു? അത് എല്ലാ പൊസിഷനിലെത്തും. കളിയിലൊരു സകലകല. 2018 ലോകകപ്പിലാണ് ഒരു ആരാധകൻ ശ്രദ്ധിക്കപ്പെടുന്നത്. 2018 ലോകകപ്പിൽ എങ്ങനെയാണ് ഈ വേൾഡ് കപ്പിലെ പല രാജ്യങ്ങളുടെയും കളിക്കാരെ പേരുകൾ നമുക്കത് ഉച്ചരിക്കാൻ തന്നെ പ്രയാസമുള്ള പേരുകളാണ്. അത് മതന്മാർക്കായി എടുക്കുന്ന പത്രങ്ങൾ വായിക്കും. പിന്നെ നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പത്രമാധ്യമങ്ങളും അതിന്റെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വേറെ പ്രശ്നം പറയാണ്ട്, ഇന്ന രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യം ലോകകപ്പ് അടിക്കുന്നില്ല, ആ രാജ്യം ഏത് വൻകരയെന്നാ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു പിന്നെ യൂറോപ്പിൽ നിന്ന് ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ രാജ്യം നടിക്കുമ്പോൾ ആ രാജ്യം ഏത് വൻകരയെന്ന് വരുന്നത് നമ്മൾ പത്രം വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇന്ന യൂറോപ്യൻ രാജ്യമാണോ, ഏഷ്യൻ രാജ്യമാണോ, കോൺകാപ്പ് രാജ്യമാണോ, ലാറ്റിൻ അമേരിക്ക രാജ്യമാണോ, രാജ്യങ്ങൾ ഏതൊരു വൻകരയെന്ന് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ പത്രങ്ങളൊക്കെ വായിച്ച് നല്ല ജനറോളജി വീണ്ടെടുക്കണം. എന്നാലും നമ്മൾ പറയാം നല്ല ജനറോളജി വേണം. പിന്നെ ഈ വീട് ഒരു ഫുട്ബോൾ മയാണ്. പ്രത്യേകിച്ച് അർജന്റീനന്റെ ടീമിന്റെ ആ കൊടിന്റെ കളറുണ്ട്. ഇത് ഈ വീട് ആരാണ് നിർമ്മിച്ചത്? അഫീഖാരനാണ്. അഫീ അഹമ്മദ് പറഞ്ഞ ഒരു ദുബായിൽ സ്മാർട്ട് ട്രാവൽസ്, സ്മാർട്ട് ട്രാവൽസ് പറഞ്ഞ ട്രാവൽസ് ഉള്ള ആളാണ്, അറിയപ്പെട്ട ആളാണ്. എത്ര വർഷമായി ഉണ്ടാക്കി? അത് ഇപ്പൊ ലോകകപ്പ് 22-ലല്ലേ കഴിഞ്ഞ്, 22 കഴിഞ്ഞ് 23-ലൊക്കെ ഇത് വന്നത്.
ഈ വീടിന്റെ മുകളിൽ ഒരു ഭീമൻ പന്ത് പന്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സുബൈർ ഖാന്റെ വീടാണെന്ന് അതെ ആ ബോള് പിന്നെ ഞാനിപ്പോ വാഴക്കാട് ടൗണിൽ നിന്ന് അന്വേഷിച്ചപ്പോഴേ അവിടുന്ന് പിന്നെ അതിനുശേഷം ഇങ്ങനെ വന്ന വഴിയിലൊക്കെ അന്വേഷിച്ചപ്പോ എന്താ പറഞ്ഞത്, വീടിന്റെ മുകളിൽ ഒരു വലിയ പന്ത് കാണും, അതന്നെയാണ് സുബൈർ ഖാന്റെ വീട് എന്നാ പറഞ്ഞത്. ഈ വീട് കാണാൻ ആളുകൾ വരെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഈ ബോൾ വന്ന് വല്ലതേരി എത്രയോ ആൾക്കാരിന്റെ മാത്രല്ല ഈ പരിപാടിക്ക് കണ്ടമാന ആള് വന്നത് കുടിയിരിക്കലൊക്കെ. അപ്പൊ ഞാൻ ഫുട്ബോൾ പ്രേമികൾ തീർച്ചയായിട്ടും വന്നത്. അപ്പൊ ഞാൻ UAE പോയ സമയത്ത് സ്മാർട്ട് ട്രാവൽസിൽ അഫീഖിനെ കണ്ട് സംസാരിച്ചൊക്കെ ചെയ്യാം. ആള് പയ്യന്നൂരുകാരനാണ്. അപ്പൊ അയാളിത് ഒരു ആവേശം അയാൾ ഉണ്ടാക്കി എന്നതാണ്. അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിക്ക് ഒരു കുടുംബിനില്ലല്ലോ. അതന്നെയാണ് എത്ര വയസ്സായി? ഇപ്പൊ 46, 47, 48 ഒക്കെ ആയിരുന്നു. സുബൈർക്ക് എപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ വീട് റെഡിയായി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് തന്നെ ഇപ്പൊ ഒരു കല്യാണം ഉണ്ടാവുമെന്ന് ഒരു സാഹചര്യം ഓരോ ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഇപ്പൊ കളി പറഞ്ഞിട്ട് UAE പോയി, സൗദി പോയിട്ട് ഇപ്പൊ വന്നിട്ട് 5 മാസമായിട്ടുള്ള ഉംറക്ക് പോയി. സൗദിയിൽ പോയി, അപ്പൊ സൗദിയിൽ പോയത് ഉംറ അല്ലല്ല, മറ്റേ വെൽഫെയർ സെന്റർ ഫുട്ബോൾ സംഘടന ഉണ്ട്, കുറെ പാക്കുള്ള സംഘടന സൗദിയിൽ. അപ്പോൾ ഫുട്ബോളിന്റെ കൊണ്ടുപോയ അപ്പൊ ഫുട്ബോൾ ഉദ്ഘാടനം അവരാണ് സൗദിക്ക് കൊണ്ടുപോയത്. പോയപ്പോ നിങ്ങൾ ഉംറ നിങ്ങൾ ഉംറ ചെയ്തോളി, ബാക്കി ഞങ്ങൾ ഏറ്റവും അങ്ങനെ ഉംറ ചെയ്ത് UAE പോയി. UAE പോയെന്ന് എന്റെ വീട്ടിലൊക്കെ തന്നെ ആരെ കൊണ്ടത്? അയാളെ ഈ വീട് നിർമ്മിച്ച അയാൾ മിസ് ചെയ്തു. ദുബൈയിൽ സുബൈർ ഖാനെ അയാൾ മിസ് ചെയ്തു. അപ്പൊ അവിടെയൊക്കെ ഒന്ന് 2 രാജ്യം ചുറ്റിക്കറങ്ങി. ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ വേൾഡ് കപ്പ് വരാനായല്ലോ. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ കളി പെരിഞ്ഞിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ടീമൊക്കെ ജയിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ കുടുംബത്തിൽ ആരൊക്കെ ഉള്ളു? ഇപ്പൊ ഇമ്മ ഉണ്ട്, പേര് സുലൈക്ക. ബാപ്പ മരിച്ചു. പിന്നെ ബാപ്പാന്റെ പേര് കമ്മു. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ടോ? എന്താ പേര്? 2 അച്ഛന്മാരും, അബ്ദുല്ലലി, സയ്യിദ്, ഒന്ന് ഞാനും, 2 അച്ഛന്മാരും. പേര് പറയും. അച്ഛന്മാര് നജമുദ്ദീൻ, അന്ന് ചെറിയ ഉബൈദുള്ള, മൂത്തവൻ 2 ആള് അബ്ദുല്ലലിയും സഹീദും. ഈ വീട്ടിലുള്ള ഉപകരണങ്ങള്, അതായത് ഫ്രിഡ്ജ് മറ്റൊക്കെ ഫുട്ബോൾ പ്രേമികള് നൽകിയതാണ് അല്ലേ? ഒക്കെ നൽകി. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരു ആവേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മൾ ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ലോകകപ്പ് നഷ്ടപ്പെടാക്കട്ടെ, അതിലേക്ക് ആവേശം കൊള്ളാൻ ഒരുങ്ങിക്കാണ്. ഇനിയിപ്പോ യുദ്ധത്തിന്റെ പ്രശ്നം വരാതെക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പിന്നെ ഈ അർജന്റീന എന്ന് പറഞ്ഞാൽ ഇപ്പോ ലോകത്തൊക്കെ ആരാധന വന്ന് മർഡോണന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മർഡോണന്റെ കാലഘട്ടം അന്ന് 86 അതാണ് ഈ അർജന്റീന ആവേശം കൊണ്ടതും നമ്മൾ കളി കണ്ടതും. അന്ന് TV ഇല്ലാത്ത കാലത്തരെ നമ്മൾ പോയി. അത് മർഡോണന്റെ കൂടെ പിന്നെ ഭയങ്കരമായ കളിക്കാരൻ ഖലീജ കൂട്ടുകെട്ടിൽ ആ കളിയൊക്കെ നമ്മള് അതാണ് ആവേശം കൊണ്ട്. ഇനിയിപ്പോ ഈ വേൾഡ് കപ്പായി വരാനായി. ഇനിയിപ്പോ പോർച്ചുഗൽ എന്ന രാജ്യം ഉണ്ടല്ലോ. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വേൾഡ് കപ്പ് അവസാനമായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല അറിയപ്പെട്ട കളിക്കാരനാണല്ലോ. അപ്പൊ ആ ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാന ലോകകപ്പാകുമ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ തിളങ്ങുന്നുള്ളൂ നോക്കാം. മെസ്സിന്റെ ലാസ്റ്റ് ആവുമല്ലോ ലോകകപ്പ്. തീർച്ചയായിട്ടും പല കളിക്കാരും അവസാന ലോകകപ്പാവാനാണ് സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഈജിപ്തിൽ സലാമുണ്ട്, മുഹമ്മദ് സലാം. അങ്ങനെ അറിയപ്പെട്ട കഴിയുന്ന യോഗ്യത കിട്ടി ഈജിപ്തിന്. അപ്പൊ അവന്റെ ശക്തി എന്താ അറിയാം. പിന്നെ നോർവേന്റെ ഹാളണ്ട്. ഇപ്പൊ നോർവേ അറിഞ്ഞിട്ട് ഈ ലോകകപ്പിൽ കുറെ 94 കളിച്ച. അപ്പൊ ഈ ലോകകപ്പിൽ നോർവേ ഭയങ്കര ഫോമില. നോർവേ ഇറ്റിനൊക്കെ പൊടിച്ചു വിട്ട്. അപ്പൊ ഹാളണ്ട് ഉണ്ട്. യൂറോപ്പിലൊക്കെ റയലിലൊക്കെ സിറ്റിയിലൊക്കെ ഭയങ്കര ഫോമിലാണ്. അപ്പൊ ഹാളണ്ടിന്റെ കളിയൊന്ന് കാണാം. അങ്ങനെയൊക്കെ കുറച്ചതിന്റെ അവസാനമായിരിക്കും. അങ്ങനെ ആവേശം കൊള്ളാൻ നിൽക്കുകയാണ്. സുബൈർക്കയുമായുള്ള ഈ ഫുട്ബോൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. സുബൈർക്ക ഇത്രയേരം പറഞ്ഞു സന്തോഷം. വേൾഡ് കപ്പ് ആയില്ല, അന്ന് ഉസാറാക്കാം. അന്ന് നമുക്ക് കാണാം. ഉസാറായിട്ട്. കേട്ടോ. ഓക്കെ.